നമസ്കാരം, സന്തോഷ് പണ്ഡിറ്റ് ഷോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഭരണപക്ഷ MLA ആയ PV അൻവർജി ഇപ്പൊ അദ്ദേഹം കുറച്ചു ദിവസങ്ങളായിട്ട് ചെറിയ പോരാട്ടങ്ങളിലാണ്. അതായത് ആഭ്യന്തര വകുപ്പിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് അദ്ദേഹം പറയുകയും അതിനെതിരെ സർക്കാർ ഒരു നിലപാടെടുക്കണം, അതിനെതിരെ സർക്കാർ കുറ്റം ചെയ്യുന്ന ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരു പോർമുഖത്താണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ അതോടൊപ്പം ഇപ്പൊ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണുണ്ടായി. അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്. അതായത് ഇപ്പൊ ഈ കരിപ്പൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്വർണ്ണക്കടത്ത് നടക്കുന്നുണ്ടെന്നും അതുപോലെ തന്നെ ഈ ഒറിജിനലായി നമ്മുടെ പൈസയ്ക്ക് മേടിക്കുന്ന സ്വർണവുമായി വരുന്ന ആളുകളുടെ സ്വർണമൊക്കെ അടിച്ചു മാറ്റുന്നു, അവിടെ നിന്ന് നിയമപ്രകാരമല്ലാതെ അവരുടെ സ്വർണം അവർ എടുക്കുന്നുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുന്നു. അപ്പൊ ഞാൻ പറയുന്നത്, ജസ്റ്റിസ് ഹേമ കമ്മീഷനിലൂടെ മലയാള സിനിമയിൽ നടക്കുന്ന പ്രശ്നങ്ങളെ എപ്രകാരമാണോ സർക്കാർ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത്, അതുപോലെ ഈ കരിപ്പൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന സ്വർണ്ണക്കടത്തിനെ കുറിച്ചും അത് ഇപ്പോഴും ഏജന്റുമാരെയാണ് പിടിക്കുന്നത്. ഏജന്റുമാരല്ല, യഥാർത്ഥത്തിൽ ഇവർക്ക് സ്വർണം കൊടുക്കുന്നതാണ്. ഈ വിഷയം കൂടെ കണക്കിലെടുത്ത് ഒരു കമ്മിറ്റി എത്രയും പെട്ടെന്ന് രൂപീകരിച്ച് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് കൃത്യമായ ശിക്ഷ കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം ഇദ്ദേഹം പറയുന്ന പോലത്തുള്ള വിഷയങ്ങൾ, അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു പാവപ്പെട്ട വളരെ കഷ്ടപ്പെട്ട് അയാളെ ഒരു പൈസയ്ക്ക് ഒരു 10 കിലോ സ്വർണം കൊണ്ടുവരുന്നു, പക്ഷെ അവിടെ നിന്ന് പിടിക്കുകയാണ് ഇത് കള്ളക്കടത്തിൽ കൊണ്ടുവന്നാണെന്ന് പറയുന്നത്. ഇദ്ദേഹം അതിന്റെ ബില്ലെല്ലാം കൊടുക്കുന്നു. പക്ഷെ എന്നിട്ടും ആ സ്വർണം പിടിച്ചെടുക്കുന്ന കേസുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നും ഈ ഒരു കമ്മിറ്റി എത്രയും പെട്ടെന്ന് തന്നെ സർക്കാർ ഇങ്ങനെ ഒരു കമ്മിറ്റി കരിപ്പൂർ എയർപോർട്ടിനെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ഇങ്ങനെ ഒരു കമ്മിറ്റി കൊണ്ടുവരണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. കുറച്ചപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ. എന്നാലും സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നുണ്ടെന്നുള്ളത് പൊതുവെ എല്ലാവർക്കും അറിയാവുന്നതല്ല, അങ്ങനെയാണ് കണക്കാക്കപ്പെടുന്നത്. കരിപ്പൂരല്ലാത്ത ശരിക്കും പറഞ്ഞാൽ കൊച്ചിൻ എയർപോർട്ടായാലും അല്ലെങ്കിൽ തിരുവനന്തപുരം എയർപോർട്ടായാലും ബാക്കിയുള്ള എയർപോർട്ടുകളുണ്ട്. പക്ഷെ ആ എയർപോർട്ടിലെല്ലാം അധികം ഈ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്ന ആളുകൾ ഒരിക്കലും അത്തരം എയർപോർട്ടുകൾ ഏറ്റെടുക്കുന്നില്ല. കാരണം അവർ ചിന്തിക്കുന്നത് അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തായാലും പിടിക്കപ്പെടും. അപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്ത് എപ്പോഴും കരിപ്പൂരുമായി ബന്ധപ്പെട്ടിട്ടാണ് ചെയ്യുന്നത്. കരിപ്പൂരിലൂടെ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടും എന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെ ഫസ്റ്റ് ചോയ്സായി കരിപ്പൂർ മാറുന്നു എന്നുള്ളത് ശരിക്കും സർക്കാർ, ഞാൻ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് എത്രയും പെട്ടെന്ന് ചിന്തിക്കേണ്ട വിഷയമാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, അത് ആരിലൂടെ നടക്കുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കി എത്രയും പെട്ടെന്ന് ഒരു നടപടി എടുക്കുന്നത് നന്നാവുന്ന എന്റെ ഒരു അഭിപ്രായം. ഇപ്പൊ തന്നെ എന്റെ പുതിയ സിനിമ 12ാമത്തെ സിനിമ കേരള ലൈവ് എന്ന് പറയുന്ന സിനിമയിൽ റെഫറൻസ് പറയുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞപ്പോൾ പലരും പറയുന്നുണ്ടായി, ഞാനതില് കരിപ്പൂർ എന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, ഞാനതിൽ സ്വർണ്ണപ്പൂർ എന്നാണ് പറഞ്ഞത്. കാരണം അത് വേറെ, നമ്മുടെ സിനിമയിലെ എയർപോർട്ട് വേറെയാണ് കേട്ടോ, വേറെ വിഷയം. അതിൽ ഈ സ്വർണ്ണപ്പൂരിലൂടെ ഒരാൾ സ്വർണം കടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു റെഫറൻസ് അതിൽ പോകുന്നുണ്ട്. കാരണം ഞാൻ ആലോചിക്കുന്നത്, ഈ കരിപ്പൂർ എന്ന് പറയുന്ന ആ പേരെങ്ങനെ വന്നു, ആ ഒരു നെഗറ്റീവ് അടിക്കുന്ന ഒരു പേരാണ് ഈ കരി എന്ന് പറയുന്നത്. അതിനേക്കാൾ നല്ലതല്ലേ സ്വർണ്ണപ്പൂർ എന്ന് പറയുമ്പോൾ അതിന് കുറച്ചും കൂടി ഒരു പോസിറ്റീവ് വൈബ് അതിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പേരിടുന്നത്. അപ്പൊ എന്തായാലും കരിപ്പൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ട ഇപ്പൊ പുതിയ വിവാദം, കരിപ്പൂർ എയർപോർട്ടിലെ സ്വർണ്ണക്കടത്ത് അന്വേഷിക്കണമെന്ന് ഭരണപക്ഷത്തുള്ള ഒരു MLA തന്നെയാണ് പറഞ്ഞത്. അപ്പൊ സർക്കാർ അത് കുറച്ചും കൂടി സീരിയസ് ആയി എടുത്തേ പറ്റൂ. അപ്പൊ തീർച്ചയായിട്ടും ഇതിലൊരു പുതിയൊരു കമ്മിറ്റി രൂപീകരിക്കും. അതും അല്ലെങ്കിൽ നിലവിൽ ഒന്നും കൂടെ ചെക്കിംഗ് മെച്ചപ്പെടുത്തുവാനും, ഇപ്പൊ അവിടെ നിന്ന് ഒരു ഘട്ടം ഞാൻ പറയുന്ന കള്ളക്കടത്തുകാരുടെ ഫസ്റ്റ് ചോയ്സ് ആയിപ്പോയതുകൊണ്ട് അവരവിടെ നിന്ന് ഇറങ്ങി വരികയാണെങ്കിലും അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളെ ഒന്നും കൂടി ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യേണ്ടത് ആവശ്യകതയുണ്ടോ എന്നുള്ളത് കൂടി സർക്കാർ ചിന്തിക്കണം. സോ അദ്ദേഹം പറഞ്ഞ ആ ഒരു പോയിന്റ്, ബാക്കിയുള്ള ആഭ്യന്തര മേഖലയിൽ പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്, അതിന് തെളിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സർക്കാർ എടുക്കണം. പ്രത്യേകിച്ച് ഒരു ഭരണപക്ഷ MLA ആണ് പറയുന്നത്, പ്രതിപക്ഷ MLA അല്ലല്ലോ പറയുന്നത്. പക്ഷെ MLA ആണെങ്കിൽ അവര് സർക്കാരിനെ അട്ടിമറിക്കാൻ എന്തോ ചെയ്യുന്നു എന്നൊക്കെ പറയും. ഇതൊരു ഭരണപക്ഷത്ത് തന്നെയുള്ളൊരു MLA ഒരു ആഭ്യന്തരം പരാജയമാണ് അല്ലെങ്കിൽ ആഭ്യന്തരത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സർക്കാർ അത് സീരിയസ് ആയിട്ട് എടുക്കേണ്ടതുണ്ട്. അപ്പൊ ഈ കരിപ്പൂരുമായി ബന്ധപ്പെട്ടത് വെരി സീരിയസ് ആണ്. അത് ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, വളരെ സീരിയസ് ആണ് ഈ വിഷയം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കരിപ്പൂരിന് വേണ്ടി കരിപ്പൂരിൽ നടക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്തും ഈ സ്വർണം ഫസ്റ്റ് കടത്തിവിടുന്ന പ്രമുഖനാര്, ബൂർഷയാർ എന്നുകൂടെ ചിന്തിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി അവർക്കെതിരെ നടപടിയെടുക്കണം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അടുത്ത ദിവസം ഒരു കിഡിലെ സബ്ജക്റ്റുമായി സന്തോഷ് പണ്ഡിറ്റ് ഷോ കാണാൻ മറക്കരുത്. നന്ദി,